بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهدى أما بعد. സൂറത്തുൽ അംബിയ 31-32 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ നിയമങ്ങൾ സൂചിപ്പിക്കാം. വജഅൽന, ഇതിൽ വന്ന് സാക്കിനത്തായ ലാമിനെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വീണ്ടും ഈ പദം തന്നെ ആവർത്തിച്ച് താഴെ വരുന്നു. സാക്കിനത്തായ ലാമിനെ ഇദ്ഹാർ ചെയ്യേണ്ട സന്ദർഭമാണിത്. ഈ ലാമിൻ്റെ പേർ തജ്വീദ് സാങ്കേതിക പ്രയോഗമനുസരിച്ച് ലാമുൽ ഫിഅൽ എന്നാണ്. മാദിയോ മുദാരിയോ അമ്രോ അങ്ങനെ ഫിഅലുകളുടെ വ്യത്യസ്ത രൂപങ്ങളിൽ വരുന്ന സാക്കിനത്തായ ലാം, അതിന് ശേഷം ലാമോ റാഓ വന്നിട്ടില്ലെങ്കിൽ അതിന് ഇദ്ഹാർ ചെയ്യണമെന്നതാണ് നിയമം. ഖുർ റബ്ബി എന്ന് പറയുമ്പോൾ സാക്കിനത്തായ ലാമിന് ശേഷം റാഉ വന്നിരിക്കുന്നു. എന്നാൽ അവിടെ ലാമിനെ പൂർണ്ണമായും റായിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു. ഇതല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെയും, ശേഷം ലാമോ റാഹോ വന്നിട്ടില്ലാത്ത സന്ദർഭങ്ങളിലൊക്കെയും ലാമിനെ ഇദ്ഹാർ ചെയ്ത് ഉച്ചരിക്കുക എന്നതാണ് നിയമം. വജഅൽന, അഥവാ അബദ്ധവശാൽ പലർക്കും വജഅൽന ലാമ അവ്യക്തമായി പോകുന്ന, അല്ലെങ്കിൽ പൂർണ്ണമായും നൂനിലേക്ക് ഇദ്ഗാം ചെയ്യപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. അത് സൂക്ഷിക്കേണ്ടതാണ്. വജഅൽന പറയാൻ പറ്റുകയില്ല, മറിച്ച് വജഅൽന വ്യക്തമാക്കി ഉച്ചരിക്കണം. വജഅൽനാ ഫിൽ അർദി, ഫി എന്നതിലെ ദീർഘാക്ഷരമായ യാ ഇൽത്തിഖാഉ സാക്കിനൈന് വേണ്ടി പോകുന്നതാണ്. ചേർത്ത് വായിക്കുമ്പോൾ അതില്ലാതാവുന്നു. ഫിൽ അർദി, അൽ അർദി എന്നതിൽ ലാമു തഅരീഫിനെ ഇദ്ഹാർ ചെയ്യുന്നു. സാക്കിനത്തായ ലാമിൻ്റെ വിധി തന്നെയാണ് അവിടെയും. ഇദ്ഹാർ ഖമരി എന്നാകുന്നു ഈ ലാമിൻ്റെ ഇദ്ഹാറിന് പറയപ്പെടുന്ന പേര്. ഫിൽ അർദി, റാഇന് തഫ്ഖീം, ദ്വാദിനും തഫ്ഖീം ചെയ്ത് സ്വരഭാരത്തോടെ ഉച്ചരിക്കണം. കസ്റ ആയതുകൊണ്ട് ദ്വാദിന് കുറഞ്ഞ തഫ്ഖീം മാത്രമാണ് നൽകുക. ഫിൽ അർദി റവാസിയ, ഇവിടെയും റാഇനെ പൂർണ്ണമായും തഫ്ഖീം ചെയ്ത് തടിപ്പിച്ച് ഉച്ചരിക്കണം. റവാസിയ അൻ തമീദ ബിഹിം, സക്കിനത്തായ നൂൻ ശേഷം താ വന്നതിനാൽ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിച്ചുച്ചരിക്കണം. അൻ തമീദ ബിഹിം, ബിഹിം വജഅൽന, ബിഹിം എന്നതിലെ സാക്കിനത്തായ മീമിനെ ഇദ്ഹാർ ഷഫവി നൽകി സൂക്ഷ്മതയോടെ ഇദ്ഹാർ ചെയ്തുകൊണ്ട്, കാരണം ശേഷം വാവാണ് വന്നത് എന്നതുകൊണ്ട് രണ്ടും ഷഫവിയായ അക്ഷരങ്ങളാകയാൽ സാക്കിനത്തായ മീം അവ്യക്തമാവാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടും ഇദ്ഹാർ ചെയ്ത് വ്യക്തമാക്കി ബിഹിം വജഅൽന എന്ന് ഉച്ചരിക്കേണ്ടതാണ്. ബിഹിം വജഅൽന, ജഅൽനയിലെ ലാമിനെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു. വജഅൽനാ ഫീഹാ ഫിജാജൻ സുബുല, തൻവീനും ശേഷം സീനുമാണ്. ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിച്ചുച്ചരിക്കണം. സാക്കിനത്തായ നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷം ഇഖ്ഫാ ചെയ്യുന്ന 15 അക്ഷരങ്ങളുണ്ട്. ഇഖ്ഫാ ചെയ്ത് അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട 15 ഹർഫുകൾ. സിഫ് ദാ സനാ കം ജാദ ശഖ്സുൻ ഖദ് സമ ദും തയ്യിബൻ സിദ് ഫീ തുഖാ ضع ظالമ എന്ന് പറയുകയുണ്ടായി. ഈ പദ്യത്തിൽ വന്ന ആദ്യ അക്ഷരങ്ങൾ, അതായത് ഈ പദ്യത്തിലെ ഓരോ പദത്തിലെയും ആദ്യ അക്ഷരങ്ങളാണ് ഇഖ്ഫാവിൻ്റെ 15 ഹർഫുകൾ. സിഫ് ദാ സനാ കം ജാദ ശഖ്സുൻ ഖദ് സമ ദും തയ്യിബൻ സിദ് ഫീ തുഖാ ضع ظالമ. ഇതിലുള്ള ഓരോ പദവും
നാം പുറത്തെടുത്ത് അതിലെ ആദ്യ അക്ഷരം ശ്രദ്ധിച്ചാൽ അവയൊക്കെയും ഇഖ്ഫ ചെയ്ത് ഉച്ചരിക്കേണ്ട, സാക്കിനത്തായ നൂനിനെയും തൻവീനിനെയും ഇഖ്ഫ ചെയ്ത് ഉച്ചരിക്കേണ്ട 15 അക്ഷരങ്ങളാണെന്ന് മനസ്സിലാക്കാം. ക്രമമനുസരിച്ച് പറയുമ്പോൾ ത, സ, ജീം, ദാൽ, ദാൽ, സായ്, സീൻ, ഷീൻ, സ്വാദ്, ദ്വാദ്, ത, വ, ഫ, ഖാഫ്, കാഫ് എന്നിങ്ങനെ 15 ഹർഫുകളാണ് ഇഖ്ഫ ഹഖീഖിയുടേത് ആയിട്ടുള്ളത്. ഫിജാജൻ സുബുല, സുബുലൻ ലഅല്ലഹും, തൻവീനും ശേഷം ലാമുമാണ്. ഇദ്ഗാം ബിഗൈരി ഗുന്ന, ഇദ്ഗാം ബിഗൈരി ഗുന്ന നൽകി അവ്യക്തമാക്കി, അഥവാ ഇദ്ഗാം ബിഗൈരി ഗുന്ന നൽകി പൂർണ്ണമായും തൻവീനിനെ ലാമിലേക്ക് ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കണം. പൂർണ്ണമായും ലാമിലേക്ക് തൻവീനിനെ ലയിപ്പിച്ച് ലാമിന് ശബ്ദ് കൊടുത്ത് മണിക്കാതെ ഉച്ചരിക്കുക. സുബുലൻ ലഅല്ലഹും, ലഅല്ലഹും യഹ്തദൂൻ. ഇവിടെയും സാക്കിൻ മീമിനെ ഇദ്ഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. ലഅല്ലഹും യഹ്തദൂൻ. ഈ വചനത്തിൽ നാം സൂചിപ്പിച്ച തഫ്ഖീം ചെയ്ത് തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കേണ്ട റാ, ദ്വാദ്, വീണ്ടും റാ തുടങ്ങിയ അക്ഷരങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ ഹർഫുകൾക്കും തർക്കീഖാണ്. അവയെല്ലാം ഇസ്തിഫാലിൻ്റേതാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. റവാസിയ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ റായിന് മാത്രമാണ് ഇതിൽ തഫ്ഖീം. റവാ എന്ന് വാ എന്ന് പറയാതെ വാവിനെ തർക്കീഖ് ചെയ്യണം. റവാസിയ അൻ തമീദ, അൻ തമീദ എന്ന് പറയരുത്, മറിച്ച് അൻ തമീദ. ഇങ്ങനെ എല്ലാ അക്ഷരങ്ങൾക്കും തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ടതല്ലാത്ത എല്ലാ ഹർഫുകൾക്കും തർക്കീഖ് നൽകണം. ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണെന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ശേഷം വരുന്ന വചനത്തിലും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ വചനങ്ങളിലും ഈ കാര്യം നാം പ്രത്യേകം പാലിക്കേണ്ടതാകുന്നു. ജഅൽന എന്ന പദത്തിലെ ലാമിനെ കുറിച്ച് നാം മനസ്സിലാക്കി. ജഅൽന എന്നതിലെ അലിഫ് വഖഫിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ചേർത്ത് വായിക്കുമ്പോൾ ഇൽത്തിഖാഉ സാക്കിനൈൻ പരിഹരിക്കുവാൻ വേണ്ടി അതിനെ ഒഴിവാക്കുകയാണ്. വജഅൽന അസ്സമാഅ, ഇതിലുള്ള ദീർഘം അസ്സമാഅ എന്ന് അലിഫിനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ മദ് മുത്തസിൽ വാജിബ് നൽകി നിർബന്ധമായും ദീർഘിപ്പിക്കണം. സഖഫൻ മഹ്ഫൂള, സഖഫൻ ഖാഫിന് ഖൽഖല സുഗ്റ നൽകി അതിൻ്റെ സുക്കൂൻ ഹറക്കത്ത് പോലെ വ്യക്തമാക്കി ഉച്ചരിക്കണം. കൂടാതെ ഖാഫിന് തഫ്ഖീം ചെയ്ത് തടിപ്പിക്കുകയും വേണം. ഇസ്തിഅലാഇൻ്റെ 7 അക്ഷരങ്ങളിൽ പെട്ടതാകുന്നു. സഖഫൻ മഹ്ഫൂള, തൻവീൻ ശേഷം മീമ് വന്നതുകൊണ്ട് തൻവീനിനെ മീമിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ മീമിന് ശബ്ദ് നൽകി ഉച്ചരിക്കുക. സഖഫൻ മഹ്ഫൂള, ഹ വ്യക്തമാക്കി ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. മഹ്ഫൂള, വാഇനും വഖഫിൽ വരുന്ന അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം കൊടുക്കുക. തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. മഹ്ഫൂള വഹും അൻ ആയാതിഹ, ഇവിടെ 2 ഇദ്ഹാറുകളാണുള്ളത്. വഹും എന്നതിൽ സാക്കിനത്തായ മീമിനെ ഇദ്ഹാർ ഷഫവിയും ആൻ എന്നതിലെ സാക്കിനത്തായ നൂനിനെ ഇദ്ഹാർ ഹൽഖിയും നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. വഹും അൻ ആയാതിഹ മുഅ്രിദൂൻ, റായിന് കസ്റാദ് കൊണ്ട് തർക്കീഖ് നൽകുന്നു, നേർപ്പിച്ച് റായിനെ ഉച്ചരിക്കുന്നു. ദ്വാദിന് നിസ്ബിയായ തഫ്ഖീം അഥവാ 3ാമത്തെ ലെവലിലുള്ള തഫ്ഖീം നൽകി ഉച്ചരിക്കണം. ഇസ്തിഅലാഇൻ്റെ ഹർഫുകളിൽ ഒന്നാണ് ദ്വാദ്. മുഅ്രിദൂൻ, തഫ്ഖീമിൻ്റേതല്ലാത്ത എല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണെന്ന് നേരത്തെ സൂചിപ്പിക്കുകയും ചെയ്തു. ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. ബാറക്കല്ലാഹു ഫീക്കും.
أعوذ بالله من الشيطان الرجيم. وجعلنا في الأرض رواسي أن تميد بهم وجعلنا فيها فجاجا سبلا لعلهم يهتدون. وجعلنا السماء سقفا محفوظا وهم عن آياتها معرضون.